ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വലിയ മാറ്റങ്ങളുടെ തുടക്കമാവും ചെറിയ പരീക്ഷണങ്ങൾ. വൻ തിരമാലകളുടെ നേരിയ ആന്തോളനങ്ങളാവാം അവ. JDT ഇസ്ലാം പോളിടെക്നിക് വിദ്യാർത്ഥികൾ ഒരു സാധാരണ മോട്ടോർ ബൈക്കിൽ വരുത്തിയ മാറ്റങ്ങൾ സാങ്കേതിക മികവ് കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മുൻപ് ഒരു സീറ്റിൽ മത്സരിച്ച പാർട്ടിയാണെന്ന് ചെയർമാൻ PC തോമസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി LDF ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്നും അദ്ദേഹം. വിവിധ ആവശ്യങ്ങളുമായി ലോട്ടറി തൊഴിലാളികൾ ലോട്ടറി ഓഫീസ് മാർച്ച് നടത്തി. ടിക്കറ്റ് വില വർദ്ധിപ്പിക്കുന്നതാണ് പ്രധാന ആവശ്യം. ആറ് വ്യത്യസ്തതകൾ കൂട്ടിയിണക്കി പോളി വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ ബൈക്ക് സാങ്കേതിക മികവ് കൊണ്ട് ശ്രദ്ധേയമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മുൻപ് ഒരു സീറ്റിൽ മത്സരിച്ച പാർട്ടിയാണെന്ന് ചെയർമാൻ PC തോമസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി LDF ചർച്ചയിൽ പങ്കെടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ കേരള കോൺഗ്രസ് ഒരു സീറ്റിൽ മത്സരിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ആവശ്യപ്പെടുകയോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ചർച്ചയുടെ ബേസ് അതേ തുടങ്ങണം. എത്ര സീറ്റ് മത്സരിച്ച ഓരോ കക്ഷി, അതല്ലാതെ ആ കക്ഷിക്ക് അസംബ്ലിയിൽ എത്ര സീറ്റുണ്ട്, ആ കക്ഷിക്ക് പഞ്ചായത്തിൽ എത്ര സീറ്റുണ്ട്, കോർപ്പറേഷനിൽ എത്ര സീറ്റുണ്ട് എന്നുള്ളതല്ല ചർച്ചയുടെ തുടക്കത്തിലെ മാനദണ്ഡം എന്നാണ് ഞാൻ കരുതുന്നത്. പിണറായി വിജയനെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കിയ കോടതി വിധിയും കേരള സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലവും വ്യക്തമാക്കുന്നത് പിണറായിയുടെ വിജയം സത്യത്തിന്റെ വിജയമാണെന്നാണ്. ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾക്കെതിരെ ഭരണഘടനാ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താൻ കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടാതെ റബ്ബർ സംഭരണം സംബന്ധിച്ച് കേരള സർക്കാർ നടത്തിയ പ്രഖ്യാപനം വെറും പ്രഹസനമാണെന്നും കേരള ധനമന്ത്രിയുടെ പ്രസ്താവന ഇത് വെളിവാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിനായി സർക്കാർ മലബാർ കേന്ദ്രീകരിച്ച് ആരംഭിച്ച കോഴിക്കോട് സിവിൽ സർവീസ് അക്കാദമി ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ഹിൽ ചുങ്കം ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ച അക്കാദമിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് നിർവഹിച്ചു. തിരുവനന്തപുരത്തിന് പുറമെ മറ്റു ജില്ലകളിൽ സിവിൽ സർവീസ് അക്കാദമി ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്ന് പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സർക്കാർ പുതുതായി സെന്ററുകൾ അനുവദിക്കുകയായിരുന്നു. 2 ബാച്ചുകളിലായി 165 പേർക്കാണ് പ്രവേശനം ലഭിച്ചത്. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. കോഴിക്കോട് അക്കാദമിക്ക് തിരുത്തിയാട് 54 സെന്റ് സ്ഥലം സർക്കാർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും രജിസ്ട്രേഷനിൽ നേരിട്ട കാലതാമസം നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചു. ഇതോടെ ഈ വർഷം അക്കാദമി ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നതിനെ തുടർന്ന് വെസ്റ്റ് ഹിൽ ചുങ്കത്തെ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങാൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് നിർദ്ദേശിക്കുകയായിരുന്നു. സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരളയാണ് അക്കാദമി ആരംഭിച്ചത്. വെസ്റ്റ് ഹിൽ ചുങ്കം സ്കൂളിലെ അക്കാദമി കേന്ദ്രത്തിൽ സ്പെഷ്യൽ ഓഫീസറും ഓഫീസ് ജീവനക്കാരും നേരത്തെ ചുമതലയേറ്റിരുന്നു. ഓഫീസ് മുറി, 2 ക്ലാസ് മുറികൾ, വിശാലമായ ഹാൾ, റീഡിംഗ് റൂം, കമ്പ്യൂട്ടർ സേവനം എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും ഔദ്യോഗികമായി ക്ലാസുകൾ ആരംഭിക്കുക. ഇതിനു മുന്നോടിയായി ഓറിയന്റേഷൻ ക്ലാസ് നടന്നുവരികയാണ്. കോഴിക്കോട് സെന്ററിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഈ വർഷം കോഴ്സ് തുടങ്ങാനാകുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ സമയോചിതമായ ഇടപെടലാണ് ഈ വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കാൻ ഇടയാക്കിയത്. ചാത്തമംഗലം ഈഗിൾ പ്ലാന്റേഷൻ കോളനി നിവാസികൾക്ക് പട്ടയം ലഭ്യമാക്കുക എന്ന ആവശ്യവുമായി മലബാർ ക്രിസ്ത്യൻ കോളേജ് NSS വിദ്യാർത്ഥികളും കോളനി നിവാസികളും ധർണ നടത്തി. കലക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KE രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചാത്തമംഗലം ഈഗിൾ പ്ലാന്റേഷൻ കോളനി നിവാസികൾക്ക് പട്ടയം ലഭ്യമാക്കുക എന്ന ആവശ്യവുമായി മലബാർ ക്രിസ്ത്യൻ കോളേജ് NSS വിദ്യാർത്ഥികളും കോളനി നിവാസികളും കലക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KE രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോളനി നിവാസികൾക്ക് പട്ടയവും അനുബന്ധ രേഖകളും ലഭ്യമാക്കുന്നതിനായി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ സഹായ സഹകരണവും നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു.
മലബാർ ക്രിസ്ത്യൻ കോളേജ് NSS യൂണിറ്റ് 2008 ദത്തെടുത്ത കോളനിയാണ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഈഗിൾ പ്ലാന്റേഷൻ കോളനി. SC OBC വിഭാഗത്തിൽപ്പെട്ട 53 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. NITക്ക് തൊട്ടുപുറകിലായി സ്ഥിതി ചെയ്യുന്ന കോളനിയെ അരദശാബ്ദത്തിലേറെ കാലം വിദ്യാർത്ഥികൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാനും സാധിച്ചു. എന്നാൽ കോളനിവാസികൾക്ക് ഇന്നേവരെ പട്ടയം ലഭിച്ചിട്ടില്ല. അതിനാൽ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. ഇതിനെതിരെയാണ് ധർണ സംഘടിപ്പിച്ചത്. കുന്നമംഗലം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പടനിലം മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ വർഗീസ് മാത്യു, ഡോക്ടർ സച്ചിൻ P. ജെയിംസ്, NSS പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ ശ്യാമ എന്നിവർ ധർണയിൽ സംബന്ധിച്ചു. ബൈക്ക് കള്ളന്മാരും മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുന്നവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഓടിക്കാൻ കഴിയുന്നതല്ല ഈ ബൈക്ക്. തലയിൽ ഹെൽമറ്റും ഇല്ലാതെയാണ് ഓടിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും സ്ഥിതി ഇതുതന്നെ. കോഴിക്കോട് JDT ഇസ്ലാം പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളാണ് ഏറെ വ്യത്യസ്തമുള്ള ഈ ബൈക്ക് നിർമ്മിച്ചിരിക്കുന്നത്. വാഹനമോടിക്കുന്നയാളുടെ ശ്വാസം പിടിച്ചെടുക്കുന്ന ആൽക്കഹോൾ ഡിറ്റക്ടറാണ് വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത സിക്സ്ട്രോണിക്സ് ബൈക്കിന്റെ പ്രത്യേകതകളിലൊന്ന്. ശ്വാസത്തിൽ ആൽക്കഹോൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ ബൈക്ക് പ്രവർത്തിക്കില്ല. ഹെൽമറ്റ് തലയിൽ വെച്ചില്ലെങ്കിലും ഇതുതന്നെയാണ് സ്ഥിതി. വാഹനം നിന്നിടത്ത് തന്നെ നിൽക്കും. ഇനി വാഹനം ആരെങ്കിലും മോഷ്ടിച്ചെന്നിരിക്കട്ടെ, ബൈക്കിൽ ഘടിപ്പിച്ച വെഹിക്കിൾ പൊസിഷനിംഗ് സിസ്റ്റത്തിലൂടെ ബൈക്കിന്റെ സ്ഥാനം കണ്ടെത്താം. VPSലെ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ എന്ന മൊഡ്യൂളിന്റെ സിമ്മിലേക്ക് സന്ദേശം അയച്ചാൽ വാഹനം ഏത് സ്ഥലത്താണെന്നും എത്ര ദൂരം അകലെയാണെന്നും കിടക്കുന്ന സ്ഥലത്തിന്റെ ഗൂഗിൾ എർത്ത് മാപ്പ് അടക്കമുള്ള വിവരങ്ങളുമായി നമുക്ക് തിരിച്ച് സന്ദേശം ലഭിക്കും. VPS സംവിധാനത്തിലെ 24 സാറ്റലൈറ്റ് സിഗ്നലുകളിൽ 3 എണ്ണം സ്വീകരിച്ചാണ് വാഹനത്തിന്റെ സ്ഥലം കണ്ടെത്തുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് 6 ഇലക്ട്രോണിക് സിസ്റ്റംസ് ആണ് ഇതിനുള്ളത്. അത് ഹെൽമെറ്റ് ഡിറ്റക്ടർ, ആൽക്കഹോൾ ഡിറ്റക്ടർ, അതിന് വെഹിക്കിളിന്റെ സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് ഒരു കീപാഡ്, ഒരു പാസ്വേഡ്, സൈഡ് സ്റ്റാൻഡ്, ഒരു GPS ട്രാക്കിംഗ് ആൻഡ് ഒരു മൊബൈൽ ചാർജർ. ഈ 6 ഫീച്ചേഴ്സ് ആണ് ഇതിലുള്ളത്. അതേപോലെ ഞങ്ങൾ ഇനി പുതിയതായിട്ട് അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്പീഡ് ഗവർണറാണ്. 50 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ പോയാൽ ആ വാഹനം താനെ ഡൗൺ ചെയ്യുകയും അതേപോലെ അതിൻ്റെ വേഗത അതിനനുസരിച്ച് ആ ഡൗൺ ചെയ്തതിനനുസരിച്ച് ഒരു കറക്റ്റ് ഒരു മിഡിൽ പോയിന്റ് വെച്ചിട്ടേ വാഹനം ഓടുകയുള്ളൂ. അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. ഈ പ്രത്യേകതകളിൽ തീരുന്നില്ല കോഴിക്കോട് JDT ഇസ്ലാം പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത ബൈക്കിന്റെ വിശേഷങ്ങൾ. വാഹനത്തിൽ ഘടിപ്പിച്ച ചാർജിംഗ് യൂണിറ്റിലൂടെ യാത്രക്കാർക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാം. ബൈക്കിന്റെ സൈഡ് സ്റ്റാൻഡ് തട്ടാതെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും വാഹനം ജാഗ്രതാ നിർദ്ദേശം നൽകും. ബൈക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന കപ്പാസിറ്റീവ് ഡയറക്റ്റ് ഇഗ്നീഷനിലൂടെയാണ് ഈ സംവിധാനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത്. 6 വ്യത്യസ്തതകൾ കോർത്തിണക്കിയ സംവിധാനമായതിനാലാണ് വിദ്യാർത്ഥികൾ ഇതിന് സിക്സ്ട്രോണിക്സ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. കോളേജിലെ 3ാം വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികളായ TM നിഖിൽ, M സഖീൽ ലാൽ, മുഹമ്മദ് ഷമീം, എബിൻ സെബാസ്റ്റ്യൻ, മാത്യു ആന്റണി, C സൗമ്യ, V സജു എന്നിവർ ചേർന്നാണ് ബൈക്ക് രൂപകൽപ്പന ചെയ്തത്. പ്രൊജക്ടിന്റെ പേറ്റന്റിനായി തിരുവനന്തപുരത്തെ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റിനെ സമീപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. അംഗീകാരം ലഭിച്ചാൽ കണ്ടുപിടുത്തം കുറഞ്ഞ വിലയിൽ വിപണിയിൽ ലഭ്യമാക്കുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ക്യാമറാമാൻ സുശോഭ് നെല്ലിക്കോടിനൊപ്പം NP ഷക്കീർ, ജില്ലാ വാർത്തകൾ. മജീദിയ വേജ് ബോർഡ് ശുപാർശകൾ അംഗീകരിച്ച സുപ്രീം കോടതിക്ക് അഭിവാദ്യം അർപ്പിച്ച് പത്രപ്രവർത്തക യൂണിയൻ നഗരത്തിൽ പ്രകടനം നടത്തി. KUWJയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രകടനത്തിന് യൂണിയൻ നേതാക്കളായ കമാൽ വരദൂർ, K പ്രേംനാഥ്, വിനോദ് ചന്ദ്രൻ, N രാജേഷ്, AV ഷെറിൻ, വത്സരാജ്, AV ഫർദീസ് എന്നിവർ നേതൃത്വം നൽകി. İnkılap zindabad! İnkılap zindabad! İnkılap zindabad! പത്രക്കാരുടെ വേജ് ബോർഡ്, മജീദിയ വേജ് ബോർഡ്, മജീദിയ കോടതി അംഗീകരിച്ചു, സുപ്രീം കോടതി അംഗീകരിച്ചു, സുപ്രീം കോടതി അംഗീകരിച്ചു. അവകാശ പോരാട്ടത്തിൽ വാർത്തയിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി
റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി Hi. ഹായ്. Hi. ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. ടിക്കറ്റ് വില 30 ആക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, 60 വയസ്സ് കഴിഞ്ഞവർക്ക് ക്ഷേമനിധി അംഗത്വം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ധർണ നടത്തി. ലോട്ടറി ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ പ്രസിഡന്റ് A.K. രമേശ് ഉദ്ഘാടനം ചെയ്തു. ടിക്കറ്റ് വില 30 രൂപ ആക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, കേരള ലോട്ടറിയെ ചൂതാട്ടമായി എടുത്ത് പണം കൊയ്യാനുള്ള മേഖലയാക്കി മാറ്റരുത്, 60 വയസ്സ് കഴിഞ്ഞവർക്ക് ക്ഷേമനിധിയിൽ അംഗത്വം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. ലോട്ടറി ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ പ്രസിഡന്റ് A.K. രമേശ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ നടത്തിയ സമരം ഒറ്റപ്പെട്ട സമരമല്ല, രാജ്യത്താകെ ആളിപ്പടരുന്ന സമരം. ഇതേ കാര്യങ്ങൾ മറ്റൊരു ഭാഷയിലാണെങ്കിലും ആണ് ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളാകെ ഒന്നിച്ചെടുത്തത്. അത്തരം സന്ദർഭത്തിൽ നിങ്ങൾ ഇവിടെ നടത്തിയ പ്രക്ഷോഭത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P.K. ശശി, ജില്ലാ സെക്രട്ടറി P.R. സോമൻ, P. ദാസൻ പേരാമ്പ്ര, വേണു താമരശ്ശേരി, വിജയൻ ഫറൂഖ്, P.K. ഹസൻ, MC തോമസ് എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം മെഗാ മെഡിക്കൽ ക്യാമ്പ് സുഹൃതം 2014 ഫെബ്രുവരി 9 മീഞ്ചന്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഞായർ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നടക്കുന്ന ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം വികസന പദ്ധതി വിഷൻ 2020ന്റെ ഭാഗമായി എല്ലാവർക്കും ആരോഗ്യമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് മണ്ഡലം MLAയും പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ M.K. മുനീറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ബ്രാഞ്ചിന്റെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളുടെയും പാരാമെഡിക്കൽ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയും സുഹൃതം 2014 എന്ന പേരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരി 9 ഞായറാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കോഴിക്കോട് മീഞ്ചന്ത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. സൗത്ത് മണ്ഡലത്തിലെ 5000-ലധികം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ക്യാമ്പിൽ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തും. മെഡിക്കൽ കോളേജ്, കോട്ടപ്പുറം ആശുപത്രി, നഗരത്തിലെ പ്രശസ്ത സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്ന് 200 ഡോക്ടർമാരും 150 പാരാമെഡിക്കൽ നഴ്സിംഗ് ജീവനക്കാരും പ്രവർത്തന സജ്ജമായിട്ടുണ്ടാകും. സിറ്റി പോലീസ്, സിറ്റി ട്രാഫിക് പോലീസ്, സ്റ്റുഡന്റ് പോലീസ്, NSS വോളണ്ടിയർമാർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, ജൂനിയർ റെഡ് ക്രോസ്, അംഗനവാടി ജീവനക്കാർ, റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവർ ക്യാമ്പിന്റെ നിയന്ത്രണ ചുമതലയേൽക്കും. ചികിത്സാ സൗകര്യം വിപുലമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കായി 10 കൗണ്ടറുകൾ ഏർപ്പെടുത്തുന്നുണ്ട്. പ്രാഥമിക പരിശോധനയ്ക്ക് 10 കൗണ്ടറുകളും 50 ഡോക്ടർമാരെയും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് സൗത്ത് മണ്ഡലം സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്ന മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിലേക്കുള്ള 1ാം-ഘട്ട പ്രഖ്യാപനവും NSS വോളണ്ടിയർമാർ മണ്ഡലത്തിൽ നടത്തിയ അഭയം സർവേയുടെ ഭാഗമായി ലഭിച്ച ക്ഷേമ പെൻഷൻ അപേക്ഷകളിൽ അർഹരായ 800 പേർക്ക് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആനുകൂല്യങ്ങൾ വിതരണവും ഫെബ്രുവരി 8 11 മണിക്ക് മന്ത്രി M.K. മുനീർ നിർവഹിക്കും. ആകാശത്തെ ക്യാൻവാസാക്കി ഇലകളുടെ ജീവിതം പറയുന്ന ചിത്രങ്ങളുമായി മുഹമ്മദ് സഫിയുടെ ഫോട്ടോഗ്രഫി പ്രദർശനത്തിന് തുടക്കമായി. ഇല ഇല്ലാതെ ഇല്ല എന്ന പേരിൽ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച പ്രദർശനത്തിൽ 36 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പ്രദർശനം 12 സമാപിക്കും. ജീവന്റെ പച്ചപ്പിന് തണൽ വിരിക്കുന്ന ഇലക്കൂട്ടങ്ങളിലേക്ക് ക്യാമറ വെളിച്ചം വീശി മുഹമ്മദ് സഫിയുടെ ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ഇല ഇല്ലാതെ ഇല്ല എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിൽ പ്രകൃതിക്ക് നിദാനമായ മരങ്ങളിൽ ഊന്നി ഇലയില്ലാതെ ഒന്നും തന്നെയില്ല എന്ന പരമമായ സത്യത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് പ്രദർശനം. നാട്ടിൻപുറങ്ങളിൽ നമ്മൾ കണ്ടുമടുത്തതും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ മരങ്ങളെയും ചെടികളെയും ആകാശത്തിന് ക്യാൻവാസാക്കിയാണ് ക്യാമറ കണ്ണുകളിലൂടെ സഫി ആസ്വാദകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. അതിൽ തേക്കിൻ തോപ്പുകളും ആൽമരങ്ങളും തെങ്ങുകളും കാണാം. പച്ചില, പഴുത്തില, ചുവപ്പില, കരിയില എന്നിങ്ങനെ ഇലകൾക്കുള്ളിലെ പൂർണ്ണതയെയും നിത്യവും കാണുന്ന കറുമൂസ മരത്തിന്റെ സൗന്ദര്യത്തെ ഒപ്പിയെടുത്തതും കാഴ്ചക്കാരിൽ വേറിട്ട അനുഭവം നൽകുന്നു. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ മൂക്കുതല നരണിപ്പുഴ സ്വദേശിയാണ് മുഹമ്മദ് സഫി. 10 വർഷമായി ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തനം തുടങ്ങിയിട്ട്. കുറെ മരങ്ങൾ, ഇലകൾ എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലാപരമായ കാര്യങ്ങൾക്കപ്പുറം ഇതിനൊരു പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ അത്തരത്തിലുള്ള ചിന്തകൾക്ക് കൂടി ഇതിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു ശ്രമം. പക്ഷെ അത് അത്ര കണ്ട് ബോധപൂർവം അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അങ്ങനെയല്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കലാകാവ്യാത്മകത എന്നത് വിട്ടാലും ഒരു പരിസ്ഥിതി എന്നുള്ള ഒരു സന്ദേശം കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നിരവധി പ്രദർശനങ്ങൾ നടത്തിയെങ്കിലും ഈ പ്രദർശനം ഏറെ വേറിട്ട് നിൽക്കുന്നതാണ്.
വൃക്ഷങ്ങളില്ലാതെ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും നിലനിൽപ്പില്ലെന്ന സന്ദേശമാണ് പറയാതെ പറയുന്നതെന്ന് സെഫി പറയുന്നു. അനന്തതയിൽ നിന്നും പകർത്തിയ 36 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം 12-ന് സമാപിക്കും. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയെ ഒഞ്ചിയത്തെ TP ചന്ദ്രശേഖരന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ RMP പ്രവർത്തകർ തടഞ്ഞു. TP വധഗൂഢാലോചന കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു തടയൽ. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജാഥയുടെ വടകരയിലേക്കുള്ള പര്യടനത്തിനിടെ TP ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിക്കാനൊരുങ്ങിയ സംസ്ഥാന അധ്യക്ഷ ബിന്ദു കൃഷ്ണയെ RMP പ്രവർത്തകർ തടഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് KK രമ നിരാഹാരം കിടക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് TPയുടെ വീട്ടിൽ കയറിയിറങ്ങുന്നത് അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് 10ഓളം RMP പ്രവർത്തകർ TPയുടെ വീട്ടിലേക്കുള്ള ഇടവഴിയിൽ പ്രതിഷേധിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സംഭവം. KK രമയുടെ സമരം 100% ന്യായമാണെന്നും തങ്ങളെല്ലാവരും അതിനൊപ്പമുണ്ടെന്നും ബിന്ദു കൃഷ്ണ പ്രതിഷേധക്കാരോട് പറഞ്ഞു. വേണ്ടിവന്നാൽ രമയ്ക്കൊപ്പം നിരാഹാരം കിടക്കാനും താൻ തയ്യാറാണെന്ന് അവർ വ്യക്തമാക്കി. അതിനുശേഷമാണ് ബിന്ദു കൃഷ്ണയെയും സംഘത്തെയും വീട്ടിലേക്ക് പ്രവർത്തകർ കടത്തിവിട്ടത്. തന്റെ മകളുടെ ജീവന്റെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും സർക്കാർ എത്രയും പെട്ടെന്ന് CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും TPയുടെ മാതാവ് പത്മിനി ടീച്ചർ ബിന്ദു കൃഷ്ണയോട് ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിഷക്കുട്ടി സുൽത്താൻ, KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവരും ബിന്ദു കൃഷ്ണയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. കൊയിലാണ്ടി റെയിൽവേ മേൽപ്പാലത്തിൽ സ്ഥാപിച്ച 140 വിളക്കുകളുടെ വൈദ്യുതീകരണ ഉദ്ഘാടനം ഫെബ്രുവരി 10-ന് നടക്കും. ഡെൽറ്റ കമ്മ്യൂണിക്കേഷനും കൊയിലാണ്ടി നഗരസഭയും ചേർന്നാണ് മേൽപ്പാലത്തിൽ വെളിച്ചം ഒരുക്കിയത്. കൊയിലാണ്ടി റെയിൽവേ മേൽപ്പാലത്തിൽ സ്ഥാപിച്ച 140 വിളക്കുകാലുകളുടെ വൈദ്യുതീകരണ ഉദ്ഘാടനം ഫെബ്രുവരി 10-ന് വൈകിട്ട് 6 മണിക്ക് നടക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ K. ശാന്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെൽറ്റ കമ്മ്യൂണിക്കേഷനും കൊയിലാണ്ടി നഗരസഭയും സംയുക്തമായാണ് മേൽപ്പാലത്തിൽ വിളക്കുകൾ സ്ഥാപിച്ചത്. പദ്ധതിയുടെ നിർമ്മാണ ചിലവ് ഡെൽറ്റ കമ്മ്യൂണിക്കേഷൻ വഹിച്ചു. വൈദ്യുതി ചാർജും മെയിന്റനൻസ് ചാർജും പരസ്യ കമ്പനികളിൽ നിന്നും ഈടാക്കും. 140 വിളക്കുകളിൽ 20 വാട്ട്സിന്റെ 250 CFL വിളക്കുകളാണ് പ്രകാശിപ്പിക്കുക. നഗരസഭ ഇതിനായി പ്രത്യേക ഫണ്ടുകളൊന്നും ചെലവഴിച്ചിട്ടില്ലെന്നും K. ശാന്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡെൽറ്റ കമ്മ്യൂണിക്കേഷൻ വിവിധ പരസ്യ കമ്പനികളിൽ നിന്ന് പരസ്യം വെച്ചുകൊണ്ടാണ് 140 ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ പരപ്പനങ്ങാടി കഴിഞ്ഞാൽ കൊയിലാണ്ടിയിലാണ് ഡെൽറ്റ കമ്മ്യൂണിക്കേഷൻ ഇത്ര വലിയൊരു പ്രൊജക്ട് ഏറ്റെടുത്തത്. വാർത്തയിൽ ഒരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്, കോഴിക്കോട്. കോഴിക്കോട് KTC ഗ്രൗണ്ടിൽ മിംസ് ഹോസ്പിറ്റലിനു സമീപം ജനുവരി 24 മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്. ദിവസേന 3 പ്രദർശനങ്ങൾ. അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനു സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപ്പാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. വാർത്തകൾ തുടരുന്നു. കുട്ടികളിൽ ദേശീയ ബോധവും മതേതരത്വവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയായ ജവഹർ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹ സന്ദേശ റാലി സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 9-ന് കോഴിക്കോട് നടക്കുന്ന റാലി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. 25,000 കുട്ടികൾ റാലിയിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ഉച്ചയ്ക്ക് കൃത്യം 2:30-ന് അരയിടത്ത് പാലത്ത് നിന്ന് ആരംഭിച്ച് മാവൂർ റോഡ് CH ഓവർബ്രിഡ്ജ് വഴി കോഴിക്കോട് കടപ്പുറത്ത് ചാച്ച നഗറിൽ സമാപിക്കുന്നതാണ്. സമാപന സമ്മേളനത്തിൽ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ടൂറിസം പട്ടികജാതി വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ AP അനിൽകുമാർ, കോഴിക്കോട് MP ശ്രീ MK രാഘവൻ, കുട്ടികളുടെ സംഘടനയായ ജവഹർ ബാലജനവേദി കോഴിക്കോട് ജില്ലയിലെ യൂണിറ്റുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി 9-ാം തീയതി സ്നേഹ സന്ദേശ റാലി സംഘടിപ്പിക്കുന്നു. ലവ് നേഷൻ, ലവ് സെക്യുലറിസം എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന റാലിയിൽ ജില്ലയിലെ 104 മണ്ഡലങ്ങളിലെ 1350 യൂണിറ്റുകളിലെ 25,000 കുട്ടികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. റാലി അരയിടത്ത് പാലത്ത് നിന്നും ആരംഭിച്ച് കോഴിക്കോട് കടപ്പുറത്തെ ചാച്ചാ നഗറിൽ സമാപിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു.
നടുവട്ടം തട്ടാടത്തുംകാവ് AMLP സ്കൂളിന്റെ 87ാം വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ നടന്നു. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ നിർവഹിച്ചു. നടുവട്ടം തട്ടാടത്തുംകാവ് AMLP സ്കൂളിന്റെ 87ാം വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ K. സൈഫുനിസ അധ്യക്ഷം വഹിച്ചു. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ VM കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇത്തരം താരാട്ടുപാട്ട് മറ്റു സമുദായക്കാരിലാണെങ്കിലും രാരീരം രാരീരം രാരാരോ കുഞ്ഞേ രാരീരം രാരീരം രാരാരോ രാരീരം രാരീരം രാരാരോ കുഞ്ഞ് രാരീരം രാരീരം രാരാരോ. PTA പ്രസിഡന്റ് KP ഷാനവാസ്, ജയപ്രകാശ് മേക്കുന്നത്ത്, സ്കൂൾ മാനേജർ K. ബീരാൻ, K. ആലി മാസ്റ്റർ, അഷ്റഫ് മാസ്റ്റർ, AK സുപ്രഭ, കദീശക്കുട്ടി, രത്നമ്മ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചേവായൂർ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം നിധി 2014 വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ ആഘോഷിച്ചു. കഥാകൃത്ത് അക്ബർ കക്കട്ടിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ചേവായൂർ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ നടന്നു. നിധി 2014 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കഥാകൃത്ത് അക്ബർ കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോ തീർച്ചയായും വളരെ സന്തോഷകരമായ ഭാവിയെക്കുറിച്ച് കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ള ഇപ്പോ സിസ്റ്ററുടെ പ്രസംഗത്തിൽ തന്നെ ഇതിന്റെ ലക്ഷ്യങ്ങൾ ഉദ്ദേശ്യങ്ങൾ ഒക്കെ വിശദീകരിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വളരെ മഹത്തായ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഡോക്ടർ രാഹുൽ ലക്ഷ്മൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രൊഫഷൻ സുപ്പീരിയർ സിസ്റ്റർ റെജീന ജോൺ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ ലക്ഷ്മി ലക്ഷ്മണൻ, ഫാദർ ജോസ് കീലത്ത്, സ്കൂൾ മാനേജർ സിസ്റ്റർ വിമല, പ്രിൻസിപ്പൽ സിസ്റ്റർ സാലി, പ്രധാനാധ്യാപിക സിസ്റ്റർ ബെറ്റ്സി, PTA പ്രസിഡന്റ് V. അജിത് കുമാർ, MPTA പ്രസിഡന്റ് ബീത റാണ, സ്കൂൾ ലീഡർ അനന്തു മോഹൻദാസ്, നികിത മാത്യു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനി ഉത്സവ വാർത്തകളിലേക്ക്. കോട്ടൂളി മാമ്പിലാംപറമ്പ് മാലാടത്ത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും തിറ താലപ്പലി മഹോത്സവവും ഭക്ത്യാദരപൂർവ്വം നടന്നു. മഹാഗണപതി ഹോമം, സുദർശന ഹോമം, നവകം പഞ്ചഗവ്യം, പ്രധാന ദേവീദേവന്മാർക്ക് കലശമാടൽ, ഉപദേവന്മാർക്ക് ഒറ്റക്കലശമാടൽ, വിശേഷാൽ ഉച്ചപൂജ, അകത്തു നിവേദ്യം, പ്രസാദവൂട്ട് എന്നിവയുമുണ്ടായിരുന്നു. തിറ താലപ്പലി മഹോത്സവത്തോടനുബന്ധിച്ച് കരിയാത്തൻ വെള്ളാട്ട്, കരിവല്ലി വെള്ളാട്ട്, ഭഗവതി വെള്ളാട്ട്, നാഗകാളി വെള്ളാട്ട്, നായകർ വെള്ളാട്ട്, താലപ്പൊലി, ഭഗവതി തിറ, കരിമരുന്ന് പ്രയോഗം, ഗുളികൻ തിറ, നാഗകാളിത്തിറ, കരിവല്ലിത്തിറ, പൂക്കുട്ടി കരിക്കുട്ടിത്തിറ, പന്നിക്കൂത്ത്, നായാട്ട്, ഏറോങ്കളി എന്നിവയുമുണ്ടായിരുന്നു. പന്തീരങ്കാവ് അപ്പുട്ടിയാശൻ സ്മാരക തിറയാട്ട കലാകേന്ദ്രത്തിലെ തിറയാട്ട കലാകാരന്മാരാണ് തിറകൾ കെട്ടിയാടിയത്. M. വേണുക്കുറുപ്പ്, M. സുധാകരൻ, K. സോമസുന്ദരൻ, CB. രമണ, PM. ഗോപിനാഥ്, സരോജിനി വാസുദേവൻ, K. വേണുഗോപാൽ എന്നിവർ ഉത്സവാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൊയിലാണ്ടി പയറ്റുവളപ്പിൽ ശ്രീദേവി ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 13 വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 8-ന് കൊടിയേറ്റം നടക്കും. ഗണപതി ഹോമം, തൃക്കൊടിയേറ്റം, സദനം സുരേഷ് ബാബു, കലാമണ്ഡലം രതീഷ് എന്നിവരുടെ ഇരട്ടത്തായമ്പക, വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി, ശീവേലി എഴുന്നള്ളത്ത്, നൃത്തപരിപാടികൾ, സമൂഹ സദ്യ, ഓട്ടംതുള്ളൽ, വിസ്മയ തായമ്പക, ഗാനമേള, താലപ്പൊലി, ഇളനീർ കുലവരവ്, കുട്ടിച്ചാത്തൻ തിറ എന്നിവ നടക്കും. 13-ന് ആറോട്ടോടെയാണ് ഉത്സവാഘോഷ പരിപാടികൾ സമാപിക്കുക. ആഴാദ്രിക്കോവിൽ വിഷ്ണുക്ഷേത്ര പരിസരത്ത് അമ്പലപ്പറമ്പിൽ അശോകന്റെ വീട്ടിൽ വെച്ച് 10 അടിയോളം നീളം വരുന്ന പെരുമ്പാമ്പിനെ പിടികൂടി. തൊണ്ടിപ്പുറത്ത് സുരേഷ് ബാബുവാണ് പാമ്പിനെ കണ്ടത്. പൊക്കഞ്ചേരി വിനയന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പാമ്പിനെ പിടികൂടി.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മുൻപ് ഒരു സീറ്റിൽ മത്സരിച്ച പാർട്ടിയാണെന്ന് ചെയർമാൻ PC തോമസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി LDF ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്നും അദ്ദേഹം. വിവിധ ആവശ്യങ്ങളുമായി ലോട്ടറി തൊഴിലാളികൾ ലോട്ടറി ഓഫീസ് മാർച്ച് നടത്തി. ടിക്കറ്റ് വില വർദ്ധിപ്പിക്കുന്നതാണ് പ്രധാന ആവശ്യം. ആറ് വ്യത്യസ്തതകൾ കൂട്ടിയിണക്കി പോളി വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ ബൈക്ക് സാങ്കേതിക മികവ് കൊണ്ട് ശ്രദ്ധേയമാകുന്നു. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.